രാവിലെ തന്നെ അരിയടുപ്പത്തിട്ടു. അത് കഴിഞ്ഞിട്ടാണ് മുറ്റത്തോട്ട് ഇറങ്ങി. മുറ്റമൊക്കെ അടിച്ചിട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് അരി എന്തായാലും വെന്ത് കിട്ടും. കുക്കറിനകത്തായതുകൊണ്ട് പെട്ടെന്ന് വെന്തും കിട്ടുമല്ലോ. അങ്ങനെ അരി വെന്ത് കുറച്ചൊന്ന് മാറ്റി അടച്ചിട്ടു. അതിനുശേഷം കുറച്ച് വെജിറ്റബിൾ അരിഞ്ഞെടുക്കുന്നു. നമുക്കിന്ന് റൈസ് ഒന്ന് സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും ബീൻസും പിന്നെ ഉള്ളിയും കൂടെ അരിഞ്ഞെടുത്തു. പിന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് നമ്മുടെ വെജിറ്റബിളും ഇട്ട് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാൻ വിട്ടുപോയി. പിന്നെ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ നമ്മൾ ബിരിയാണി മസാലയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് അതിനകത്ത് ടൊമാറ്റോ സോസ് പിന്നെ നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. ഒരു 2 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് റൈസും കൂടെ വേവിച്ച് റൈസും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നെയ്യും കൂടി ഇട്ട് ഇളക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളി റൈസാണ്. നമുക്ക് കറികളൊന്നും വേണ്ട, സലാഡും പപ്പടത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പപ്പടവും വയറൊക്കെ എന്നിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.